ഹിമാചൽ പ്രദേശിലെ മണിക്കരൻ എന്ന സ്ഥലത്തെ ഒരു ഗുരുദ്വാരയുടെ സൈഡിലൂടെ ഒഴുകുന്ന ഒരു വലിയ പുഴയാണിത്. ഹിമാലയത്തിൽ നിന്ന് മഞ്ഞുരുകി വരുന്ന നല്ല തണുത്ത വെള്ളം. ആ തണുത്ത വെള്ളത്തിൻ്റെ വശത്തിലേക്ക് ഈ മണിക്കരൻ എന്ന് പറയുന്ന ആ സ്ഥലത്തെ ഉള്ള ഗുരുദ്വാരയുടെ പാറയുടെ ഇടുക്കിൽ നിന്ന് പൊട്ടി പുറപ്പെടുന്ന ചൂടുവെള്ളം ഒഴുകുകയാണ്. അതാണ് കാണുന്നത്. ചൂടുവെള്ളം തണുത്ത വെള്ളത്തിലേക്ക് ഒഴുകുകയാണ്. ഇവിടെ ചൂടുവെള്ളം വരാൻ ആരാ കാരണം? ആരുടെയെങ്കിലും കുറ്റമാണത്? തണുത്ത വെള്ളം വരുന്നതിൻ്റെ കാരണം എന്താണാവോ? ഇത് രണ്ടും ഈ സ്ഥലത്തെ പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. ഇന്ന് സങ്കീർത്തനം 59-ാമത്തെ സങ്കീർത്തനം 3-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയണത്. അതാ അവർ എൻ്റെ ജീവന് വേണ്ടി പതിയിരിക്കുന്നു, ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു. കർത്താവേ, ഇതെൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല, എൻ്റെ അതിക്രമമോ എൻ്റെ പാപമോ നിമിത്തമല്ല ഈ മനുഷ്യർ എനിക്കെതിരെ ഇങ്ങനെ പെരുമാറണത് എന്നാണ് സങ്കീർത്തനത്തിൽ പറയണത്. ചൂടുവെള്ളം വരുന്നതിൽ തണുത്ത വെള്ളത്തിൻ്റെ കുഴപ്പമൊന്നുമില്ല, തണുത്ത വെള്ളം വരുന്നതിൽ ചൂടുവെള്ളത്തിൻ്റെയും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോകുമ്പം അവിടെ അതിക്രമം കാണിക്കാനും അവിടെ പ്രശ്നങ്ങളുണ്ടാക്കാനും എൻ്റെ ജീവനെ നശിപ്പിക്കുവാനും ഒക്കെ വേണ്ടി മറ്റുള്ളവർ പരിശ്രമിക്കുന്നത് എൻ്റെ കുറ്റം കൊണ്ടാവില്ല. എൻ്റെ കുറ്റം കൊണ്ടാവാത്ത കുറേ കാര്യങ്ങൾ എൻ്റെ ചുറ്റുപാടുമൊക്കെ നടക്കും. ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളൊക്കെ പോലെ നമ്മളെ അത് അങ്ങ് അലട്ടാതിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറ്റങ്ങൾ കൊണ്ടും കുറവുകൾ കൊണ്ടും അല്ലാതെ നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ വലിയതായിട്ട് നമ്മുടെ മനസ്സും അടുത്ത് പോകാതിരിക്കാൻ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.